ഏപ്രിൽ 10 മുതൽ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ എമ്പുരാൻ സിനിമയ്ക്ക് 2 ഷോ ആയിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം മമ്മൂക്കയുടെ ബസൂക്ക സിനിമ ഏപ്രിൽ 10 വരുന്നത്. അതുകൊണ്ട് തന്നെ രാഗം തിയേറ്ററിൽ ബസൂക്ക സിനിമ 3 ഷോസാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3:45 രാത്രി 7 മണിക്കുമാണ് ഏപ്രിൽ 10 രാഗം തിയേറ്ററിൽ എമ്പുരാൻ സിനിമയുടെ ഷോസ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എമ്പുരാൻ സിനിമയുടെ 10 ദിവസത്തെ കേരള കളക്ഷനും ഗ്ലോബൽ കളക്ഷനും എത്രയാണെന്ന് നോക്കാം. കേരളത്തിൽ ആദ്യ ദിനം 14,07,00,000, രണ്ടാം ദിനം 8,45,00,000, മൂന്നാം ദിനം 9,02,00,000, നാലാം ദിനം 11,02,00,000, അഞ്ചാം ദിനം 10,52,00,000, ആറാം ദിനം 8,54,00,000, ഏഴാം ദിനം 5,55,00,000, എട്ടാം ദിനം 3,38,00,000, ഒമ്പതാം ദിവസം 2,38,00,000, പത്താം ദിവസം 2,86,00,000. അങ്ങനെ 10 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 75,79,00,000 സിനിമ കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത്. എന്തായാലും ഏതാനും ദിവസങ്ങൾക്കകം സിനിമ കേരള ബോക്സ് ഓഫീസിൽ 80 കോടി ക്ലബിലും ഇടം നേടും. 10 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നത് 246 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ കളക്ഷനും കൂടി കൂട്ടുമ്പോൾ സിനിമ 250 കോടി ക്ലബിൽ ഇടം നേടും. സിനിമ ഇന്നത്തെ കളക്ഷനോട് കൂടി 250 കോടി ക്ലബിൽ ഇടം നേടിയെന്ന് ആശീർവാദ് സിനിമാസ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ആശീർവാദ് സിനിമാസിൻ്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ പോസ്റ്ററും ഇപ്പോൾ വന്നിട്ടുണ്ട്. സിനിമ ഇൻഡസ്ട്രി ഹിറ്റായെന്നും 11 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 250 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടെന്നുമാണ് ഈ ഒരു പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. എമ്പുരാൻ സിനിമയിൽ അഭിനയിച്ച ഓരോ താരങ്ങളെയും ഈ ഒരു പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് എമ്പുരാൻ. എന്തായാലും ലൂസിഫർ ഫ്രാഞ്ചൈസിയിൽ ഇനി വരാനിരിക്കുന്ന L3 അസ്രായേൽ എന്ന സിനിമ ഇതിലും വലിയ റെക്കോർഡുകളൊക്കെ ഇടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എമ്പുരാൻ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.